ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ പേര് നാദിറ. സ്വദേശം പൂനൂരിലാണ്. ഞാൻ ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വന്നിട്ട് 3 വർഷം ഏകദേശം പൂർത്തിയായി. ഈ ഒരു അവസരം ഞങ്ങളുടെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അത് പരാജയത്തിലായിരുന്നു ഉണ്ടാവുക. ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തോണ്ട് തന്നെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഇന്ന് എൻ്റെ കയ്യിലും ഹസ്ബൻഡിന്റെ കയ്യിലൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള പണം, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് ആദ്യം തന്നെ പണം എന്നാ ഞാൻ പറയുന്നത്. കാരണം ഏതൊരു വ്യക്തിക്കും നമ്മളൊരു പരാജയം മുന്നിൽ കണ്ടാൽ പിന്നെ അവരാരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഒരാൾ പോലും നമ്മളെ താങ്ങാൻ ഉണ്ടാവില്ല, പരിഹസിക്കാൻ ഉണ്ടാവും. ഞങ്ങള് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത്. ഒരുപാട് ബിസിനസ് ചെയ്യും, അതിൽ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ആ സമയത്ത് നമ്മളുടെ ബെൽമി സാറുടെ കയ്യാലെ ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബിജു സാർ ഇതിന്റെ കൂടെ കട്ടക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നന്ദി പറയാൻ ആദ്യം തന്നെ എൻ്റെ ഐഡിയ അടിച്ച ഹസ്ബൻഡിന് ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് മീറ്റിങ്ങുകളിലും ട്രെയിനിങ്ങുകളിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വന്ന് മൈൻഡ് ചെയ്യലില്ല. കാരണം ബിസിനസ് ഒക്കെ ചെയ്യലൊരു എന്താ പറയാ, ലേഡീസ് ബിസിനസ് ഒന്നും ചെയ്യൂല, നമ്മൾ വീട്ടിലിരുന്ന് അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എൻ്റെത്. പിന്നെ പഠിക്കാനൊക്കെ പോവാം, പഠിച്ച് ടീച്ചേഴ്സ് അതൊക്കെ ചെയ്യാം, പക്ഷെ ബിസിനസ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ അതെന്നെയല്ല, ഒരുപാട് കടബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യങ്ങൾ യാതൊന്നും, ഒരു പേസ്റ്റ് പോലും ഞാൻ ആരോടും വിൽക്കുന്നുണ്ടെന്നോ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കി, പിന്നെ കടബാധ്യത ഉള്ള ഒരു വീട്ടിൽ വരുന്ന സമയത്തൊക്കെ കുറെ ടെൻഷനൊക്കെ അടിച്ച് അങ്ങനെ ഒരു കഴിച്ചു കൂടുന്ന ഒരു സമയത്താണ് നമ്മുടെ പിന്നെ കൊറോണ ടൈം വരുന്നത്. ഏകദേശം STC റാങ്കിലാണ് തോന്നുന്നുണ്ട് ഷാരി സാറ്. ഞാൻ റൂബിയൊക്കെ ആയിട്ടുണ്ട്, വരുമാനമൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് എന്നെ എടുക്കും, എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാനൊന്നും ഇതിലേക്ക് യാതൊന്നും തന്നെ എൻ്റെ ഒരു മൈൻഡേ ഞാൻ അതിലേക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ കൊറോണ വന്ന സമയത്ത് ഇങ്ങനെ മോർണിംഗ് ക്ലബില് കയറിയും അതില് കയറിയിട്ടില്ല, ഈ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പൊ എല്ലാരും ഇങ്ങനെ ഇതിന് ബിസിനസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കും, എല്ലാം കേൾക്കും. എനിക്ക് ഒരു പ്രാവശ്യം കേട്ടാ പിന്നെ അത് മറന്നു പോകുന്ന ഇതില്ല, അത് എന്നും ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് എല്ലാം ഞാൻ മൈൻഡിൽ ഇങ്ങനെ പിടിച്ചു നിന്നു. ആ സമയത്ത് ഓരോ പ്രായം ചെന്ന ആൾക്കാരും പിന്നെ എന്താ പറയാ, നമ്മള് ഓരോ ട്രെയിനിങ് കേൾക്കുന്ന സമയത്ത് നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരും പിന്നെ കഴിവ് കൂടിയവരും പിന്നെ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറഞ്ഞവരും പിന്നെ ഗവൺമെന്റ് ജോലി ഒഴിവാക്കിയിട്ട് വന്നവരും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നൊരു മനസ്സിലേക്ക് എനിക്ക് അങ്ങനെ കയറി വന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് ആദ്യം പറയലുണ്ട്, എന്നെ കൂട്ടി പോവലുണ്ട്. ഞാൻ അന്ന് ഒരു ഫസ്റ്റ് സാറുണ്ട്, എൻ്റെ ഏതെങ്കിലും കെയർ ഓഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇവർ രണ്ടാളും കൂടി പോയിട്ട് വർക്ക്. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം അങ്ങനത്തെ ഒരു യാതൊരു താല്പര്യമില്ല. അവരൊക്കെ വരുന്ന സമയത്ത് പറയും, മേഡം നല്ലൊരു അവസരമാണ്, നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബിജു സാറ് വരുന്ന സമയത്തും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുകയും ആ പ്രൊഡക്റ്റിന്റെ കണ്ടന്റിനെ, പക്ഷെ പ്രൊഡക്റ്റ് സൂപ്പർ ആണെന്നുള്ള എനിക്ക് 100% വിശ്വാസം വന്നിട്ടുണ്ട്. ആദ്യം തുടങ്ങിയ സമയത്ത് ഇത് കഴിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പ്രയാസം പോലും എനിക്കുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ബിസിനസിനെ കുറിച്ചോ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ യാതൊന്നും ഒരു പോസ്റ്റർ പോലും നമ്മൾ കാണുന്നില്ല, ഒരു വീഡിയോ പോലും കാണുന്നില്ല. ആ സമയത്ത് നമ്മൾക്കൊരു സാധാ നോർമലി ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരുന്നു, എന്തെങ്കിലും സംഭവിച്ചാലോ. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഞാൻ വുമൺ കമ്പാനിയന് അതുപോലെ കഫ്നില് പിന്നെ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ആദ്യത്തിലേ കഴിച്ചിരുന്നു. അതിന് നല്ല റിസൾട്ട് ആയിരുന്നു. നെഞ്ഞത്തുനിന്ന് ഒരു മാതിരി ഒരു കഫക്കെട്ട് വന്നിട്ട് ഞാൻ കഫ്നിൽ കഴിച്ചിട്ട് നല്ല റിസൾട്ടാ. അതുപോലെ അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രോഡക്റ്റ് സൂപ്പർ ആണെന്നുള്ളത്. പിന്നെ ധൈര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാലോ. പക്ഷെ അന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. കാരണം ഒരു കടം വന്ന ഒരു വ്യക്തികള് ഇനിയിപ്പം കഫക്കെട്ടിനുള്ളതുണ്ട് ഇനി അതിന്റെ ഇതിൽ വന്നിട്ട് എനിക്ക് അതും കൂടി താങ്ങാൻ കഴിയില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നല്ലാതെ പിന്നെ അവരെ പിന്നെ എനിക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ
എന്റെ അടുത്തുള്ള ആൾക്കാരോട് ഞാൻ പറയും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നല്ലതാണ്, ഞാൻ കഴിച്ചിട്ട് പിന്നെ അത്രമാത്രം പറയും, നിങ്ങൾ വാങ്ങിക്കോളി കഴിച്ചോളി അങ്ങനെ ഒന്നും പറയില്ല. അങ്ങനെ കൊറോണ സമയം ആയപ്പോ ഞങ്ങൾ അടുത്തുള്ള ഒരു വീട്ടിലുള്ള ഒരാൾ പേസ്റ്റ്, അത് മുന്നോടല്ല ഹസ്ബൻഡിനോടാണ് വാങ്ങിയത്. അങ്ങനെ നല്ലാതെ അടുത്തുള്ള ഒരാളും നമ്മളോട് ഒരു പ്രൊഡക്റ്റ് പോലും വാങ്ങിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങള് കൂടുതലായിട്ടും ഈ തുടക്ക സമയത്തൊക്കെ മലപ്പുറം ഭാഗം പോയിട്ട് ഒന്നോ രണ്ടോ പേസ്റ്റ്, ഇപ്പോഴുള്ള ടീമല്ല, ആദ്യം കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഒരു പേസ്റ്റ് വന്ന് വിറ്റാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നടക്കൂല എന്നുള്ളൊരു എന്താ പറയാ, ഇനിയും ഇതിലേക്ക് പരാജയങ്ങളിലേക്ക് പോകുന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അതിലേക്ക് പോവല്ലേ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും പറയല്ലോ, അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു നല്ലാതെ ഈ ബിസിനസിനെ കുറിച്ച് മോശമാണെന്നോ പിന്നെ MLM ഈ എന്താ പറയാ ഈ ഒരു അവസരത്തെ കുറിച്ച് എനിക്ക് അന്ന് അറിയേയില്ല, ഒന്നും അറിയൂല. എന്റെ ഉപ്പ ഒരു ഗൾഫിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയൂ. കാരണം ഒരു 6 മാസം 1.5 വർഷത്തോളൊക്കെ അവിടെ നിൽക്കും, ഒരു 6 മാസം നാട്ടിലേക്ക് വരും, അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു ജീവിതം മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയൂല. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഒരു അച്ചടക്കത്തിൽ ഇങ്ങനെ ജീവിച്ച് ഒരു വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളെ ജീവിതം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. കാരണം ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ടുകൾ കൂടുതൽ കൊറോണ സമയത്ത് പിന്നെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ അന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇക്കാന്റെ കൂടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ സംശയങ്ങൾ ചോദിക്കുന്നത് കേട്ടു. ഇന്ന കാര്യങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ കൂടുതലായിട്ട് കേൾക്കുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റിന്റെയും കോമ്പിനേഷൻ, എന്തിനൊക്കെ എന്തൊക്കെ കൊടുക്കണം, അതൊക്കെ ഞാൻ പഠിച്ചു വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഓരോ വ്യക്തികളെ കാണുന്ന സമയത്തും ഇതിനെക്കുറിച്ച് സംസാരിക്കൽ തുടങ്ങി. ചെറുങ്ങനെ സംസാരിച്ച സമയത്ത് ഓരോരുത്തർക്ക് ഓരോ പ്രൊഡക്റ്റിനും ആവശ്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓരോ പ്രൊഡക്റ്റിന് ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരാൾക്ക് പല്ലുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ പേസ്റ്റ് നിർബന്ധമായിട്ടും അവർ ഉപയോഗിക്കും, കാരണം അവർക്ക് വേണം. അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് ഒരു വീട്ടില് എന്തായാലും ഞാൻ പറയുന്നത്, ഇന്നലെ തന്നെ ഞാൻ നമ്മള് ചെറിയൊരു അടുപ്പിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ തന്നെ പൊള്ളും. ആ സമയത്ത് ആ നീറ്റൽ പോലും ആ വൂണ്ട് ഹീലിംഗ് തേച്ചാൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്, അസാധ്യമായ റിസൾട്ട് എന്ന് തന്നെ പറയാം. ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ യാതൊരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇതൊരു കാര്യങ്ങളെ ചോദിച്ചു, അറിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ നാട് ഏതാ, നിങ്ങൾ എവിടാ താമസിക്കുന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് അവര് പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം എന്താ ചെയ്യുന്നത് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അവര് പറയും ഞങ്ങൾ ഇങ്ങനെ ഹൗസ് വൈഫാണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പം മെല്ലെ നിങ്ങളെ നമ്പർ ഒന്ന് തരുമോ, പിന്നെ ഞങ്ങൾ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം എന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കാലോ. അങ്ങനെ പറഞ്ഞിട്ട് അവരോട് നമ്പർ വാങ്ങിയിട്ട് കോണ്ടാക്ട് വാങ്ങിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ പിന്നെ എന്താ പറയാ ഓരോ പ്രൊഡക്റ്റിന്റെ വീഡിയോസ് അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ചിലർ ലെഫ്റ്റ് അടിച്ചു പോകും. അത് ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് വിട്ടു. ഇതിൽ നിന്ന് ആർക്കെങ്കിലും ലെഫ്റ്റ് അടിച്ചു പോകണമെങ്കിൽ യാതൊരു വിരോധവും ഇല്ല, ഇതിൽ ലെഫ്റ്റ് അടിച്ചു പോകാം. അതിൽ നിൽക്കേണ്ടവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നല്ല പ്രൊഡക്റ്റുകളാണ് അറിയാന്ന് പറഞ്ഞിട്ട് വോയിസ് അല്ലാതെ ടൈപ്പ് മെസ്സേജ് അയച്ച്, നമ്മൾ ലേഡീസ് ആയതുകൊണ്ട് തന്നെ വോയിസ് ഞാൻ അങ്ങനെ അയക്കാറില്ല, ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് മാത്രമേ വിടാറുള്ളൂ. ഈ ഒരു ബിസിനസിന്റെ മഹത്വം അത് തന്നെയാണ്. ലേഡീസ് ആയിക്കോട്ടെ, നമുക്ക് ഒതുക്കത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണിത്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അതേ മാർഗത്തിലൂടെ തന്നെ ഈ ബിസിനസ്സും ചെയ്യാൻ കഴിയും. അതല്ലാത്തവർക്കല്ലാതെയും കഴിയും. നമ്മളെ എന്താ പറയാ, നമുക്ക് മനസ്സിനൊരു ഉറപ്പുണ്ടാവണം. നമ്മൾ ഇന്ന സമയത്ത് വീട്ടിലെത്തണം, ഇന്ന സമയത്ത് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടണം. നമ്മളൊരു എന്താ പറയാ പിന്നെ ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെതായ മാന്യതയിൽ മാത്രം സംസാരിക്കുകയും അതിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം ഒരു ടൈം കഴിഞ്ഞ് പിന്നെ നമ്മളെ ലീഡേഴ്സിലേക്ക് പിന്നെ വോയിസുകൾ അയക്കാതിരിക്കുകയും
മെസ്സേജുകൾ അയക്കാതിരിക്കും. നമുക്ക് ഓരോരോ നമുക്കറിയാലോ, നമ്മളൊരു ലേഡീസിന് ബെന്നി സാർ പല പ്രാവശ്യം പറയലുണ്ട് നമ്മളെ കണ്ണുകൊണ്ട് നിർത്താൻ പറ്റണം. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ആണ്. അല്ലാതെ ഒരു ബിസിനസ്സിലും ഇതുപോലെ നമുക്ക് സെക്യൂരിറ്റി ഉള്ള ഒരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വരുമാനങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടാൻ ഇപ്പം ഈ ZTC മുതലുള്ള ലീഡേഴ്സിനൊക്കെ പിന്നെ വരുമാനങ്ങൾ 2000-ത്തിലധികം വാങ്ങിയ കംപ്ലീറ്റ് ആക്കിയാൽ ഇപ്പം വർഷത്തിലായിട്ടുണ്ട് വരുമാനം അവര് കൊടുക്കുന്നത്, കമ്പനി കൊടുക്കുന്നത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ അന്ന് പ്രോഗ്രാമിന് പോയ സമയത്ത് അത് MD പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളും ബിസിനസ്സിൽ മടിച്ചിരിക്കൂല, പുറത്തിറങ്ങും. ആരുടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇന്ന് മഴയാണ്, നാളെ വെയിലാണ്, മഞ്ഞാണ്. ഇതിൽ മഴയും വെയിലും മഞ്ഞൊന്നുമില്ല. ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെട്ട് ചെയ്യാം. അത് വീട്ടിലിരുന്നും ചെയ്യാൻ കഴിയും. എനിക്ക് സുഖമല്ല, ഞാൻ കിടന്നാൽ എന്താ, ഫോണ് കയ്യിലില്ലേ? എന്തെല്ലാം സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക്. അതിലൂടെ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഓരോരുത്തർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. മഴയും വെയിലും ഒന്നും ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തടസ്സമല്ല. നമ്മളൊരു സ്കൂൾ ടീച്ചർ ആണെങ്കിൽ മഴയാണ് ഞാൻ ഇന്ന് പോകുന്നില്ല എന്നാണ് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ലീവ് പറയണം. ഇവിടെ ലീവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രൊഡക്റ്റും ഇല്ല, ആർക്കും ഒന്നുമില്ല. പ്രൊഡക്റ്റ് വീട്ടിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക. പ്രൊഡക്റ്റ് വീട്ടിൽ വെച്ച് ഇരുന്നോണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നില്ല. പുറത്തിറങ്ങാന്ന് വെച്ചാൽ നമ്മൾക്ക് ഫീൽഡിൽ ഇറങ്ങണ്ടെന്നല്ല. അത് നമുക്ക് ടീമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നോണ്ട് ചെറിയൊരു വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. വീട്ടിലിരുന്നോണ്ട് ഞാൻ എങ്ങനെയാ ചെയ്യല്? എനിക്ക് ഇപ്പം ടീമൊക്കെ കുറച്ച് കുറവാണ്. അത് വിചാരിച്ച് ഞാൻ എൻ്റെ ഉപ്പ മരിച്ച സമയത്ത് ഞാൻ പിന്നെ അങ്ങനെ ബിസിനസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ടീം കുറച്ച് കുറവാണ്. അത് വിചാരിച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയൊന്നല്ല. ഞാൻ ഓരോ വാട്സപ്പുകളും ഇപ്പം വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുക. അതിൽ ലിങ്ക് മാത്രമേ ഇടൂ. അത് വേറെ പിന്നെ കോണ്ടാക്ട് എടുത്തിട്ട് ഒരു കോണ്ടാക്റ്റിൽ ഫുൾ പ്രൊഡക്റ്റ് ഇടൂ, ഒരു ഗ്രൂപ്പിൽ ലിങ്ക് ഇടൂ. എല്ലാ മീറ്റിങ്ങിന്റെയും ട്രെയിനിങ്ങിന്റെയും അതിൽ കുടുംബക്കാരുണ്ട്. പിന്നെ കുടുംബക്കാരെ ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. അതിനും മറ്റേ എന്റെ ആദ്യമുള്ള ഗ്രൂപ്പിലേക്ക് ഞാൻ അറിയുന്ന ആൾക്കാർ ഒരാളെയും ആഡ് ചെയ്തില്ല. അവർക്ക് മക്കാറേ ഉണ്ടാവും. ഡോക്ടർ ഇപ്പൊ വന്നിട്ട് സ്വൈര്യം തരൂല എന്നറിയും. ആ സമയത്ത് ഞാൻ അവരാരെ ആഡ് ചെയ്യാതെ പുതിയ ആൾക്കാരെ ആഡ് ചെയ്തുകൊണ്ട് തുടങ്ങിയതായിരുന്നു. ഇത് ഞാൻ കുടുംബക്കാരെ എല്ലാരെയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നാൽ കുറെ ലിങ്കുകൾ ഞാനിടും, അതിൽ താല്പര്യമുള്ളവർക്ക് കയറാം, അല്ലാത്തവർക്ക് ലെഫ്റ്റ് അടിച്ച് പോകാൻ അതിലും ടൈപ്പ് ചെയ്ത് വിട്ടിട്ട് ദിവസം മോർണിംഗ് മീറ്റിന്റെ പിന്നെ ലിങ്ക് ആയിക്കോട്ടെ, അതുപോലെ ഓരോ നല്ല വീഡിയോസും നല്ല റിസൾട്ട് കിട്ടിയ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ അതിൽ ഷെയർ ചെയ്യും. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റസ് വെക്കും. അതുപോലെ പേഴ്സണലി ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യും, വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് മരണം ഉണ്ടാവും, പിന്നെ അവർക്ക് കല്യാണം ഉണ്ടാവും. അതൊക്കെ ഞാൻ വീണ്ടും വിളിക്കും. എന്നും മീറ്റിംഗിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓൺലൈൻ നമ്മളെ GTS പ്രസന്റേഷൻ ഒക്കെ പല വിധത്തിൽ നമ്മൾ കിട്ടുന്നുണ്ട്. അതൊക്കെ അയച്ചു കൊടുക്കും. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ 5000 രൂപന്റെ പ്രൊഡക്റ്റ് 5000 പോരാ. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 10-10000 രൂപന്റെ പ്രൊഡക്റ്റ് ഒരു മാസം ഇവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് അത്ര തന്നെ അല്ലെങ്കിൽ ഒരു 5000 രൂപന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു വീട്ടുകാർക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെ നമ്മളെ വീട്ടിൽ ഉള്ളൂ നമ്മൾ വാങ്ങി വെക്കുന്നത്. അത് ഞാൻ ഓരോ വ്യക്തികൾക്ക് വെച്ചാല് അവരോട് വിളിച്ചിട്ട് ചോദിക്കും, ഇന്ന സാധനങ്ങൾ പിന്നെ നിങ്ങൾക്ക് എത്തിച്ചാൽ അവർ ഓരോ താമരശ്ശേരിയാണെങ്കിൽ താമരശ്ശേരി ഏരിയയിൽ വെക്കാൻ പറയും. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകണമെന്നില്ല. താമരശ്ശേരിക്ക് ഹസ്ബൻഡോ ആരെങ്കിലും പോകണമെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തയക്കും. അല്ലെങ്കിൽ നമ്മൾ ദൂരത്തുള്ള സ്ഥലത്തേക്കാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ റീറ്റെയിലിങ്ങിലൂടെ ഫോക്കസ് ചെയ്യാം. നമുക്ക് ടീമില്ലാന്ന് പറഞ്ഞാൽ ഇരിക്കല്ല, നമുക്ക് റീറ്റെയിൽ ചെയ്തിട്ട് പുതിയ ടീമിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഓരോ ഇതിൽ കൂടി നമ്മള് ഈ ബിസിനസ് പല ടൈപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരാളെ കണ്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ലീഡേഴ്സിനെ വിളിച്ചിട്ട് അവർ ഏത് സമയവും നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ലീഡേഴ്സാണ്. ഏത് സമയത്തും ബിജു സാർ ആയിക്കോട്ടെ, പിന്നെ റമി സാർ ആയിക്കോട്ടെ, ബെന്നി സാർ ആയിക്കോട്ടെ, ഷാർ സാർ ആയിക്കോട്ടെ, ആരായാലും ഒരാളും ഇന്ന് എനിക്ക് പറ്റൂല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് പോലും പിന്നെ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന നല്ലൊരു ടീമാണ് നമ്മളത്. അതുപോലെ തന്നെ എല്ലാ ലീഡേഴ്സും തന്നെ ഇതിലുള്ള എല്ലാ ലീഡേഴ്സും ഒരുവിധം ഞാൻ അറിയുന്ന ലീഡേഴ്സ് ഒരുപാടുണ്ട്. അവരൊക്കെ നല്ല ടീമിന് വേണ്ടിയിട്ടും അതുപോലെ മൈ ലൈഫിന് വേണ്ടിയിട്ടും ജീവിതം തന്നെ ഒഴിച്ചിട്ട വ്യക്തികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. കാരണം ഈ ഒരു ബിസിനസ്സിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വിട്ടേച്ച് പോകാൻ തോന്നില്ല. ഞാൻ എൻ്റെ ഉപ്പ കഴിഞ്ഞ മാസം
മരണപ്പെട്ട സമയത്ത് ഞാൻ മനസ്സിൽ കരുതിയതാണ്. ഞാൻ ഒരു മീറ്റിങ്ങിലും ഇല്ല, ഒന്നിനുമില്ല. ഞാൻ വീട്ടിൽ ഇത് ബിസിനസ് മോശമായത് കൊണ്ടോ പിന്നെ ഒന്നുമല്ല, എനിക്ക് ഇനി ഒന്നും ചെയ്യേണ്ട, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതിലേക്ക് വന്ന സമയത്ത് നമ്മളെ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഊർജം കിട്ടുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ഇന്ന് കേട്ട GTS ആയതുകൊണ്ട് ഞാൻ GTSിലേക്ക് ഇല്ല. അങ്ങനെ ആരും കരുതണ്ട. ഇന്ന് മഴ, ഞാൻ GTSിലില്ല. എവിടൊക്കെ GTS ഉണ്ടോ അവിടൊക്കെ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്വയം ചാർജ് ആവാനുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം. നമ്മൾ ഇന്ന് GTSന് തന്നെ പോകണമെന്നില്ല. GTS വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് കേൾക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവരാണ്. ഹസ്ബൻഡ് സമ്മതിക്കൂല. ചിലർ പറയുന്നത് ഹസ്ബൻഡ് സമ്മതിക്കൂല, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. അവർക്ക് വീട്ടിലിരുന്ന് തന്നെ പല ട്രെയിനിങ്ങുകളും ഉണ്ട്. മൈൻഡ് സെറ്റ് ആക്കി എടുക്കാൻ പറ്റിയ പല ട്രെയിനിങ്ങുകളും ഉണ്ട്. അത് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അല്ലാതെ എല്ലാം ഇങ്ങോട്ട് റെഡിയാക്കിയിട്ട് പിന്നെ ലീഡേഴ്സ് വരുമാനം വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവൊന്നും പിന്നെ അങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു ഭാഗം നിന്ന് കൊടുക്കണം. നമ്മൾ എന്താ പറയാ, എന്ത് ബിസിനസ് എന്തായിക്കോട്ടെ നമ്മൾ അവർക്ക് അവരുടെ കൂടെ നിന്ന് കൊടുക്കണം. പിന്നെ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് എന്താണോ അവർ പറയുന്നത്. ഇപ്പം നമുക്ക് 6 മാസത്തെ 5000 രൂപന്റെ പർച്ചേസ് അതെല്ലാരും ഈ മീറ്റിംഗിലുള്ള എല്ലാരും സ്റ്റാർട്ട് ചെയ്യണം ഞാൻ പറയുന്നത്. ഒരു 5000 രൂപന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു മാസം വിൽക്കാൻ കഴിയൂലെങ്കിൽ നമ്മൾ മൈ ലൈഫ് ചെയ്യണമെന്നില്ല, നിർത്തി പോണോ. 5000 രൂപന്റെ പർച്ചേസ് എന്ന് പറയുന്നത് 5000 രൂപന്റെ ചെറിയ ഒരു 4-5 വീട് ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് മാത്രമേ 5000 രൂപന്റെ ഉള്ളൂ. അത് 6 മാസം കണ്ടിന്യൂ ചെയ്ത് അതിന്റെ വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല? പിന്നെ നമ്മൾ എന്തിനാ ബിസിനസ് എന്നുള്ള ഇതിൽ പിടിച്ചു നിൽക്കുന്നത്? വേറെ എന്തെങ്കിലും പണിക്കോ എന്തെങ്കിലും പോയിക്കോണം. മൈ ലൈഫ് ബിസിനസ്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മൈ ലൈഫ് ചെയ്യുന്ന ആൾക്കാരെയും കൂടി പറയിപ്പിക്കരുത്. കാരണം ഞങ്ങൾ അന്ന് ചെയ്തതായിരുന്നു. ഇന്നലെ ഞാൻ ഒരാളെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു. അവര് പറഞ്ഞത് മൈ ലൈഫിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അത് നല്ലോണം ചെയ്യുന്ന ആൾക്കാർക്കാട്ട് വിജയിച്ച് വരുമാനം വാങ്ങി അങ്ങ് കേറിപ്പോകാം, അല്ലാത്തവർ പകുതി വെച്ച് നിർത്തുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് എന്നാണ്. എന്നാ പറയുന്നതാണ്. ഞാൻ പിന്നെ മൈ ലൈഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എലമെന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ എന്താ വേറെ 2-3 ബിസിനസിന്റെ പേര് പറഞ്ഞ അതൊക്കെ കേട്ടിട്ടുണ്ട്. അവരൊന്നും കേട്ടിട്ടില്ല. കാരണം എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ കമ്പനിയിലെ ഒരു ഒരു ബ്രാൻഡാണെന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല. അവര് പറയുന്നത് എലമെന്റ്സിനെ കുറിച്ച് പോലും കേട്ടിട്ടുണ്ട്. എലമെന്റ്സ് ഒരു ബിസിനസ് ആണ് അവരെ വിചാരം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾ ഒരു കോള് ചെയ്താൽ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് അവർ നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അവര് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോഴും മണി ചെയിൻ നമ്മുടെ മുന്നിലൂടെ കളിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണത്. അവരെന്റെ നമ്പർ എടുത്തത് എന്താ വെച്ചാല് അവരെ ബിസിനസ്സിലേക്ക് എന്നോട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി മേഡം, പ്രൊഡക്റ്റ് വിൽക്കണ്ട, പ്രൊഡക്റ്റ് വിൽക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ബൈനറി സിസ്റ്റം ഉണ്ട്, ഇതിൽ അതൊന്നുമില്ല, നമ്മൾ പൈസ ഇട്ടാൽ മതി. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ 1,00,000 രൂപ നിങ്ങളെ കയ്യിലേക്ക് തരാം, അതിനെന്ത് നിങ്ങൾ നമുക്ക് എന്താ പറയാ ഞാൻ നിങ്ങളെ തന്നിട്ടുണ്ടെന്നുള്ള തെളിവ് നിങ്ങൾ തരുമോ, തിരിച്ചു തരുമോ? ഇല്ല, കഴിയില്ല. പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ചോദിച്ച സമയത്ത് അവര് പറഞ്ഞത്, പിന്നെ അത് നല്ല ആദ്യമൊക്കെ ഒരാളെ വ്യക്തികളെ കയ്യിലേക്കാണ് പണം നൽകുന്നത്, ഇപ്പൊ ഇതൊരു കമ്പനിയിലേക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ആ കമ്പനി ഒരിക്കലും പോക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ അവരെ വാദം. ഞാൻ പറഞ്ഞത് ഹൈറിച്ചിന്റെ പോലെയുള്ള ഒരു ബിസിനസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയൂല, നിങ്ങൾ ചെയ്യാണ് ചെയ്തോളി, ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങളുടെ ബിസിനസിനെ കുറിച്ച് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, അദ്ദേഹത്തിന് നമ്പർ കൊടുത്തിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാന്നാണ്. അപ്പം അവരെ കുറെ വീഡിയോസ് എന്റെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനത് നോക്കിയിട്ടില്ല. കാരണം നമ്മുടെ പ്രൊഡക്റ്റിനെയും നമ്മുടെ ബിസിനസിനെയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ ബിസിനസ്സിലേക്ക് ചാടി കളിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ബുദ്ധിയില്ല. കാരണം ഇത്രയും നല്ലൊരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ സൂപ്പറാണ്. ആൾക്കാർക്ക് ഞാൻ എന്റെ മോളെ ഒരു യൂണിഫോം തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറി. ആ സമയത്ത് ആ ലേഡിനോട് ചോദിച്ചത്, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് പുതുതായിട്ട് ഇങ്ങോട്ട് താമസം മാറിയോണ്ട് തന്നെ നമ്മളോട് എനിക്ക് നല്ലൊരു കണക്ഷൻ കിട്ടാനുള്ള ഒരു ഇതാ, എവിടാന്ന് ആദ്യം ചോദിക്കും, പിന്നെ ഹസ്ബൻഡിന് എന്താ ഇത് ചോദിക്കും. പിന്നെ അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓണാൻഡ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട്, നമ്മളെ ബ്രാൻഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ സമയത്ത്
മോളെ ഓണാനോണ്ട് ഒരു പേസ്റ്റിക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര അതിന്റെ റേറ്റ്? ഞാൻ പറഞ്ഞു 193. നിങ്ങൾ ഐഡി എടുത്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 143 സാധനം കിട്ടും. മോളെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വോയിസ് ആക്കി അയച്ചാൽ മതി, എനിക്ക് ടൈപ്പ് ചെയ്യാൻ സമയമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ അയച്ചാലും കുഴപ്പമില്ല. ലാസ്റ്റ് നമുക്ക് വരുമാനം വരുന്ന സമയത്ത് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയല്ലോ. മതി, ഞാൻ ഐഡി അടിക്കാം. ഞാൻ വീട്ടിലെത്തി ഒരു മഗ്‌രിബിന്റെ സമയം ആയപ്പോഴേക്ക് അവര് ഐഡി വിട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാലാണ് ഞാൻ പേസ്റ്റ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മൾ അങ്ങോട്ട് ഇപ്പം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് ഷാഹിദ് സാറൊക്കെ ചെയ്ത സമയത്ത് ഓരോ പ്രൊഡക്റ്റ് എന്താണെന്നോ അതിന്റെ ഒരു പോസ്റ്ററോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത്രയും ചെയ്തതെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ടിയില്ല. കാരണം ഓരോ റിസൾട്ടിന്റെ ലീഡേഴ്സിനെ വിളിക്കണമെന്നില്ല. ലീഡേഴ്സിന്റെ താങ്ങി നിന്നാലൊന്നും നമുക്ക് വിജയിക്കാനൊന്നും കഴിയൂല. കാരണം ഞാൻ എന്റെ അഭിപ്രായമായിട്ടാ പറയുന്നത്, എനിക്ക് ലീഡേഴ്സിനെ കിട്ടാറേ ഇല്ല. ഞാൻ ഇന്ന ടൈം എനിക്ക് മീറ്റിംഗ് വെക്കണം, ഇന്ന സമയത്ത് എന്റെ കൂടെ പോരണം. അത് എന്റെ മിസ്റ്റേക്കും ആണ്. അന്ന് തുടക്ക സമയത്ത് ഞാൻ കയറി നിൽക്കേണ്ടിയിരുന്നു. അവരെ കൂടെ ഒഴുക്കിൽ അങ്ങ് പോയിരുന്നെങ്കിൽ ഞാനും അദ്ദേഹം ഒക്കെ ഒരേ ലെവലിൽ എത്തുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെയ്തില്ല. അന്ന് ചെയ്യാനുള്ള മാനസിക അവസ്ഥയിലല്ലാത്തത് കൊണ്ട് ചെയ്യാണ്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ലീഡറേയും കിട്ടുന്നില്ല. അതിലേക്ക് പരാതിയുമില്ല. ഞാൻ സ്വന്തം ചെയ്തോളൂ. സ്വന്തം ചെയ്യാന്ന് വെച്ചാല് ഒറ്റയ്ക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഒരു ഹോം മീറ്റിംഗ് വെക്കണം എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക. അല്ലാത്ത കാര്യങ്ങൾക്ക് ഓരോ വീട്ടിലൊക്കെ കയറി അന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ഓരോ വ്യക്തികളെ കൂടെ ഓരോ വീട്ടിൽ ഇങ്ങനെ കയറി നടന്നൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ടീമില്ല. ഇപ്പൊ ഓരോ ടീമിന്റെയും നമ്മുടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പം വരുന്നത്. സാറേ നിങ്ങൾ അന്ന് വരൂ, ഇന്ന് വരൂ. ഒരു വീട്ടിലൊരു നിൽക്കാൻ പോലും സമയമില്ലാത്തൊരു വ്യക്തികളോട് വീണ്ടും നമ്മൾ ഒരു ബിസിനസിനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡ് ആക്കിയെടുത്തത്. എങ്കിലും ചില സമയത്തൊക്കെ ഞങ്ങള് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് അടുത്ത വീടൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കയറിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ കയറലുണ്ട്. അല്ലാതെ എന്റെ കൂടെ ആയിട്ട് ഒരു ബിസിനസ്സിന് ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നൊക്കെ വലിയ റാങ്കിൽ തന്നെ എത്തുന്ന എന്റെ ഒരു പ്രതീക്ഷ. അത് കാരണം എന്താ വെച്ചാല് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം നിന്ന് കൊടുക്കേണ്ടിയിരുന്നു. എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ആദ്യം അവരെ കൂടെ കൈ പിടിച്ച് നിൽക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ലീഡേഴ്സ് ഫസ്റ്റ് നിങ്ങൾ ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കട്ടക്ക് നിന്ന് കൊടുക്കണം. അവരെ കൂടെ നിന്ന് കൊടുത്ത കുറച്ച് കഴിഞ്ഞ ടീമായിട്ട് അവരെ വിളിച്ചിട്ട് അവരെ കാല് പിടിച്ചിട്ട് കാര്യമല്ല. അവർക്ക് സമയം ഉണ്ടാവൂല. അവര് വലിയ ആൾക്കാരായി പോയിട്ടല്ല, അവർക്ക് സമയമല്ല, ടൈമില്ല. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തം ചെയ്യാം. ഒരു TC ആയ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ടീമിനെ 2 ഭാഗത്തും എന്തായാലും ഒരു 5 പേര് 10 പേരൊന്നും ഇല്ലാതെ TC ആവുന്ന ആൾക്കാരുണ്ടാവൂല. ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും സ്വന്തമായിട്ട് മീറ്റിംഗ് വെക്കാനൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പൊ ലിങ്കൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. നമുക്ക് അറിയില്ലെങ്കിൽ ആ ലിങ്കിലൂടെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ദിവസം ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അവർക്ക് ട്രെയിനിങ്ങും ക്ലാസ്സും ഒക്കെ കൊടുത്താൽ അവരെ മൈൻഡ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം ആദ്യമായിട്ട് ഇതിൽ കയറിയ ഒരു വ്യക്തികൾക്ക് പെട്ടെന്ന് ഇവരെന്തായി പറയുന്നത് എന്നുള്ളൊരു ചിന്തയെ വരൂ. അതുകൊണ്ട് ദിവസം നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഇതിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഈ ബിസിനസ് കൊള്ളാം, അങ്ങനെ ഒരു സംഭവം അവരെ മനസ്സിലേക്ക് വരും. ഞാൻ ഈ ബിസിനസ്സിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച സമയം വരുമാനം മാത്രമാണ്. വരുമാനം നല്ലോണം നമുക്ക്. പിന്നെ രണ്ടാമത് നമുക്ക് വരുമാനത്തിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് പല രോഗങ്ങൾ ഉള്ള കാലത്താണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഫാസ്റ്റ് ഫുഡിൻ്റെതായത് വല്ലാണ്ട് ആർക്കും തന്നെ വ്യായാമക്കുറവൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പല രോഗങ്ങളും ഉണ്ട്. നമ്മൾ അറിയുന്നത് തന്നെ വലിയ മാരകമായ രോഗങ്ങൾ വന്ന് പിടിപെട്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ കുടിക്കുന്നതിനെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും നമ്മളെ വീട്ടിൽ തന്നെ വെക്കണം. മടി വിചാരിക്കുന്ന എന്താ, നമ്മൾ കള്ളത്തരൊന്നും ചെയ്യുന്നില്ല. ചിലരോട് മീറ്റിംഗ് വെക്കാൻ പറ്റും, ഞങ്ങളുടെ ഏരിയ പറ്റൂലേ അവിടെ അങ്ങനെ എല്ലാ ഏരിയയിലും ഇത് പറ്റും. ഇത് ഓരോ ലീഡേഴ്സിനെ വിളിച്ച് അവരെ വായിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾ, പിന്നെ പ്രൊഡക്റ്റിന് ഭയങ്കര വില ആയിക്കോട്ടെ. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന പൈസന്റെ അത്രയാണ് നമ്മളെ ചെറിയ ഓരോ പ്രൊഡക്റ്റുകൾക്ക്. ഓട്ടോക്കൊക്കെ എത്ര വില നമ്മൾ കൊടുത്തിട്ടാ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത്. അതിന്റെ പകുതി വിലയുള്ള ഓരോ പ്രൊഡക്റ്റിനും. അതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിന് മഹത്വം പറഞ്ഞാൽ ഇന്ന് തീരില്ല. അത്രയും മഹത്വമുള്ള പ്രൊഡക്റ്റ് ആണ്.
ഓരോ പ്രൊഡക്റ്റും ഇപ്പൊ വന്ന പ്രൊഡക്റ്റുകളൊന്നും പിന്നെ ഇപ്പൊ അവൈലബിൾ ആണോ ഓർമ്മല്ല. കുറച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ അതിന് വേണ്ടിയിട്ട് നെർവ് എനർജി അതുപോലെ പൈൽസിന് അതൊന്നും ഇപ്പൊ കിട്ടാനില്ല എന്നാ ഞാൻ കേട്ടത്. ഇപ്പം വന്നിട്ടൊന്നും അറിയില്ല, ഈ ആഴ്ച എത്തിക്കോന്ന് അറിയില്ല. ഇത്രയും നല്ല പ്രൊഡക്റ്റാണ്. നെർവ് എനർജി ഒക്കെ സൂപ്പർ പ്രൊഡക്റ്റാണ്. പിന്നെ അത് കഴിച്ച ആൾക്കാർ പിന്നെ നല്ല റിസൾട്ട് ആണ് പറയുന്നത്. അതുപോലെ കുട്ടികൾക്കുള്ള പ്രൊഡക്റ്റ് ഒക്കെ പുതിയ വന്ന എല്ലാ പ്രൊഡക്റ്റും നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റാ. പിന്നെ നമ്മൾ എന്തിനും അടിച്ചിക്കണം. കാണുന്ന ആൾക്കാരോടൊക്കെ പറയാം. ഉമർ ഉസ്താദ് പറയലുണ്ട് ഭ്രാന്തളകിയിട്ട് എല്ലാരെയും കടിക്കുന്നു. ആ സ്വഭാവത്തിലേക്കാണ് ഇപ്പൊ ഞാനും. എനിക്കിപ്പോ ഒരു ഭ്രാന്ത. എനിക്ക് എങ്ങനെങ്കിലും വീട് വെക്കണം. കാരണം എനിക്ക് നല്ല ഞങ്ങൾ രണ്ടാളൂടി കൂടിയിട്ടോ എനിക്ക് സ്വന്തക്ക് അങ്ങനെ പറയല്ല. ഞാന് ഇപ്പം ഞങ്ങള് ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ വേറൊരു വീട്ടിലേക്ക് മാറി. എപ്പൊ ചോദിക്കുന്നത് നിങ്ങള് മാറി മാറി കുറ്റി മാറി കളിക്കുകയാണോ ചോദിക്കുന്നത്. ഞങ്ങൾ കുറ്റി മാറിയോ അല്ലാതെ എങ്ങനെയോ കളിച്ചോട്ടോ. ഒരാളെ വീട്ടിലേക്ക് ഇന്ന് വരെ പോയിട്ടുമില്ല. ഞങ്ങൾ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുമില്ല. അത്രയും ഞങ്ങൾ കടത്തിൽ ബുദ്ധിമുട്ടായ സമയത്തും ഞങ്ങള് ഒന്നും ഒരാളെ മുന്നിലും ഞങ്ങള് പിന്നെ നിന്ന് കൊടുത്തിട്ടില്ല. എല്ലാരെയും പരിഹാസങ്ങൾ കേട്ട് ചിരിച്ചു പോന്നല്ലാതെ ഞങ്ങൾ ഒരാളെ മുന്നിലും കൈ നീട്ടാൻ ഇതുവരെ പോയിട്ടില്ല. ഇനി പോവേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. അങ്ങനെ മാത്രം പറയും. ഇതുപോലെ ഈ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പൂർണ്ണ വിശ്വാസം ഈ കമ്പനിയിൽ എനിക്കുണ്ട്. കാരണം അത്രയും നല്ല കമ്പനി മാനേജ്മെന്റ് ആണ് നമ്മുടെ പിന്നെ നെക്സസ് പ്രോഗ്രാമിനൊക്കെ നമുക്ക് ക്ലാസ് അന്നത്തെ ക്ലാസ് ഒക്കെ കേട്ട സമയത്ത് അന്നാണ് ഞാൻ വീണ്ടും മൈലൈഫ് ചെയ്യാൻ വീണ്ടും വന്നത്. കാരണം അന്ന് എന്റെ ഉപ്പ പോയ സമയത്ത് ഇനി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ ഇതിലേക്ക് ഇനി ഇറങ്ങൂല, എനിക്ക് ഇനി അങ്ങനത്തെ വരുമാനങ്ങളൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോ ഈ ഒരു ക്ലാസ് കേട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഒരാളെയും കാത്തു നിൽക്കാതെ നമ്മൾ ഈ ബിസിനസ്സിന് പിന്നെ മുബി മുഹമ്മദ് സാറൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലേക്കും കൂടിയും നമ്മൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കല്ല, നമ്മളെ കൂടെ വന്ന 10,000-ങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള. എനിക്ക് വീടില്ലാത്തോണ്ടാണ് ഞാൻ വീട് എടുത്ത് പറയുന്നത്. വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ പുണ്യം ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു വീടില്ലാത്ത വ്യക്തികള് ഒരു വീട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ഓരോ വ്യക്തികൾക്കും ഈ അവസരം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വിചാരിച്ച് നമ്മള് പാവപ്പെട്ട ആൾക്കാരിലേക്ക് തന്നെ പോയി വരണം. അവരിത് ഏറ്റെടുക്കൂല. അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഈ ബിസിനസിനെ കുറിച്ച്. അവര് പറയും ഇത് ഇപ്പൊ ഞങ്ങൾക്കൊന്നും നടക്കൂല, ഞങ്ങളെടുത്ത് കൈ ക്യാഷ് ഇല്ല. ക്യാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പ്രൊഡക്റ്റ് എടുക്കണം എന്ന് നമ്മൾ മനസ്സിൽ അത് വിചാരിച്ചാൽ നമ്മളെ പൈസ ഉണ്ടാവും. മരണമുണ്ട്, കല്യാണം ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗത്തൂടെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇതിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യണം. അല്ലാതെ പിന്നെ എനിക്ക് വരുമാനം വേണോ, കല്യാണവും വേണോ, പിന്നെ മഴയത്ത് പുറത്തിറങ്ങാനും പറ്റൂല, എല്ലാം കൂടി ഒന്നും നടക്കൂല. ഓരോ ബിസിനസ് ആയിക്കോട്ടെ ഓരോന്നിനും റിസ്ക് ഉണ്ട്. ഇപ്പൊ അടുത്തൊരു കട തുടങ്ങിയിട്ട് പേര് ഞാൻ പറയുന്നില്ല, പൂനൂരിലാണ്. അതിന് ഇപ്പം മെനിയാന്ന് പെരുന്നാളിന് വന്ന സമയത്ത് ഡ്രസ്സിന്റെ കളക്ഷനിലെ ഒരു കട. അവരെന്നോട് പറഞ്ഞത് ഞാൻ വീട് വെക്കുന്നതിന്റെ ഒരു പ്ലാന് പറഞ്ഞപ്പോഴാണ് ഇവര് ഇതിനോട് പറഞ്ഞത് അതിലിന്റെ പിന്നെ അളിയന് പങ്കുണ്ട് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പം ഇല്ല ഇപ്പല്ല അതില് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. കാരണം അത് കൂട്ടിപ്പോയിട്ടുണ്ട്. വരുമാനം ഇല്ലാതെ അവര് വേറെ ഇത് പൊളിച്ചിട്ട് അടുത്ത നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് ലേഡീസിൻ്റെതാണെങ്കിൽ പിന്നെ ബേബി കിഡ്സിൻ്റെതാക്കി മാറ്റി, കിഡ്സിൻ്റെതാണെങ്കിൽ ജെൻസിന്റെ ആക്കി മാറ്റി, ജെൻസ് അങ്ങനെ ലേഡീസിന്റെ ആക്കി മാറ്റി, അങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അവർക്ക് വരുമാനം ഒന്നും കിട്ടുന്നില്ല. പിന്നെ എല്ലാ ബിസിനസ്സുകാരെയും അങ്ങനെ പറയുന്നില്ല. ചില ബിസിനസ് ട്രിക്ക് പിടിച്ച് ലെവലായി പോകുന്നവരും ഉണ്ട്. എല്ലാരെയും നമ്മൾ ഒരുപോലെ പറയല്ല. ഇങ്ങനെയാണ് നാട്ടിൽ പൊതുവേ നടക്കുന്ന എല്ലാ ബിസിനസ്സും. കാരണം ബിസിനസ്സുകൾ ചെയ്ത് പിന്നെ കൂടെ നിന്ന ആളാണ് ഞാൻ പറയുന്നത്. അത്രയും ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പരാജയം എന്നല്ലാതെ 10 ലക്ഷം നമ്മൾ മുടക്കിയാല് അതിന്റെ ഡബിൾ നമുക്ക് പിന്നെ പൈസ കുറഞ്ഞാന്നല്ലാതെ ഡബിൾ നമുക്ക് കടം കൂടി വരാന്നല്ല 1 രൂപ പോലും നമുക്ക് ഏൺ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ബിസിനസ്സിൽ മാത്രമാണ് ഞങ്ങള് ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. കാരണം ഞാൻ പറയല് ഞങ്ങൾക്ക് പച്ചവെള്ളം കുടിക്കാൻ 1.5 ലക്ഷത്തോളം ചെലവുണ്ടെന്ന് ഞാൻ പറയുന്നു. 1.5 ലക്ഷത്തോളം. ഏത് ഞങ്ങളെ ചെലവ് കൂടാതെ. അതൊക്കെ ഏൺ ചെയ്ത് വന്നില്ലെങ്കിൽ വീണ്ടും 1.5 ലക്ഷം
ലക്ഷം നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് കണക്ക് നോക്കിയാൽ എത്ര നമുക്ക് കടം വരും? ആദ്യത്തെ പോലാണെങ്കിൽ 1.5 ലക്ഷം മാസത്തിൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും ഇപ്പോഴേക്ക് ഏകദേശം കഴിയാനുള്ള ടൈമായി. ഈ ബിസിനസ്സിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് ഓരോ പടികള് പിന്നെ അത് ചെയ്യാം ഇത് ചെയ്യാന്നുള്ളൊരു മൈൻഡ് നമ്മളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാ? വരുമാനം മാത്രാണ്. വരുമാനം നമ്മൾ എത്രത്തോളം ബിസിനസ് വോളിയം കമ്പനിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കമ്പനി പറഞ്ഞിട്ടില്ല 2,10,000 നിങ്ങൾക്ക് തരൂലെന്ന് കമ്പനി പറഞ്ഞില്ല. അത് വാങ്ങേണ്ടി നമ്മള് ഇതാ. എനിക്ക് 1000 ഒക്കെ കിട്ടുള്ളൂ. എനിക്ക് എത്ര പോയി? 2,09,000 പോയി. അല്ലാതെ വേറൊരാൾക്കും ഒന്നും സംഭവിച്ചില്ല. ഞാനിനി 10,000 വാങ്ങിയാൽ 2 ലക്ഷം പോയി. ഇത് നമുക്ക് കമ്പനി തരാൻ പറഞ്ഞത് നമ്മളിത് വാങ്ങിയെടുക്കുക. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, ഞാൻ അടക്കമുള്ള വ്യക്തികളോട്. ഏതായാലും ഈ ഒരു ബിസിനസ് നമുക്ക് കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് മുറുകെ പിടിച്ചോണ്ട് എന്താ പറയാ, വിജയിക്കാൻ കൂടെ ലീഡേഴ്സ് റെഡി ആണെങ്കിൽ അവരെ കൂടെ അവരെ ഒഴുക്കില് ഇപ്പം പ്രത്യേകിച്ച് കേറി നിൽക്കാൻ പറ്റിയൊരു സമയമാണ്. നമ്മൾ 6 മാസം 5,000 കമ്പനി പറഞ്ഞിട്ടേ നമ്മൾ 5,000 മേലെ പ്രൊഡക്റ്റ് എടുക്കണം എന്ന് ഞാൻ പറയുന്നത്. നല്ല റീറ്റെയിൽ ഫോക്കസ് ചെയ്തിട്ട് നല്ലോണം നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച ഫുൾ പ്രൊഡക്റ്റും നമ്മൾ ഈടാക്കി നമ്മൾ എടുക്കണം. കാരണം നമ്മൾ കഴിച്ച പ്രൊഡക്റ്റ് നമ്മൾക്ക് തന്നെ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിയെടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട്